കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ദിയാദനം വാങ്ങി യമൻ സ്വദേശിയുടെ ബന്ധുക്കൾ മലയാളി നഴ്സായ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുമോ എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി കേരളത്തിലെ പ്രമുഖ വ്യക്തികൾ ചേർന്ന് വേണ്ട ഇടപെടലുകളാണ് നടത്തുന്നത്. പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമനി അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരത സർക്കാരിന്റെ വിദേശകാര്യ വകുപ്പും ഈ വധശിക്ഷ റദ്ദാക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായെന്നോണം 17-ന് നടക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതായി അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് വധശിക്ഷ റദ്ദാക്കപ്പെടുമോ എന്നുള്ളതാണ്. അതിനു മുമ്പായി അബ്ദുൾ റഹീം എന്ന യുവാവിന്റെ മോചനത്തിനായാണ് കേരളം ഒരുമിച്ചത്. ഇവിടെയും വ്യവസായി ശ്രീ ബോബി ചെമ്മണ്ണൂരിന്റെ സാന്നിധ്യം പ്രകടമായിരുന്നു. ഇനി എന്താണ് ഇവർ രണ്ടുപേരും ചെയ്ത കുറ്റകൃത്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ഏറെ ചിന്തിക്കേണ്ട കാര്യം ഇവർ രണ്ടുപേരും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട 2 വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതാണ്. ഇതിലെ ആദ്യത്തെ വ്യക്തിയായ അബ്ദുൾ റഹീം 2006-ൽ സൗദിയിൽ വെച്ച് ശയ്യാവലംബിയായ ഒരു കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോകൽ നാടകം നടത്തി തന്നെ അഗാധമായി വിശ്വസിച്ച ആ കുട്ടിയുടെ കുടുംബത്തെ ചതിച്ച ജോലിക്കാരനായ ഒരു നരാധമനാണ്. നിമിഷപ്രിയയാകട്ടെ കുടുംബത്തെ നാട്ടിലേക്ക് അയച്ച ശേഷം ഒരുമിച്ച് കഴിഞ്ഞ അവരുടെ നഴ്സിംഗ് സ്ഥാപനത്തിന്റെ പാർട്ട്ണർ കൂടിയായ യമനി പൗരൻ തലാൽ അബ്ദു മെഹദിയെ ഒഴിവാക്കാനായാണ് ക്രൂരമായ കൊല നടത്തിയത്. ഇവിടെ പാസ്പോർട്ട് പിടിച്ചുവെച്ചു എന്നതാണ് കൊലയെ ന്യായീകരിക്കാൻ അവർ പറയുന്നത്. കൊലയ്ക്ക് ശേഷം കഷണങ്ങളാക്കി വെട്ടിക്കീറിയ മൃതദേഹം വാട്ടർ ടാങ്കിൽ എറിഞ്ഞാണ് ഇവർ കടന്നു കളഞ്ഞത്. ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ രണ്ടുപേരിൽ ഒരാൾ 20 വർഷമായി ജയിലിലാണ്, മറ്റേയാൾ അമ്മയാണ്, ഭാര്യയാണ് എന്നെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ശരിയാ നിയമം നിലനിൽക്കുന്ന ആ രാജ്യങ്ങളിൽ തെളിവുകളോടെ പിടിയിലായ 2 കൊലപാതകികളെയാണ് അവർ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. വിചാരണകൾക്കൊടുവിൽ തെളിഞ്ഞ കുറ്റകൃത്യത്തിന് ആ നാട്ടിലെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതല്ലാതെ ക്രിമിനലുകളെ രക്ഷിക്കാൻ ദിയാദനം സ്വരൂപിക്കാനാണെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ നാട് ക്രിമിനലുകളുടെ നാടെന്നാണ് ഇനി മുതൽ ഒരുപക്ഷെ അറിയപ്പെടാൻ സാധ്യത. കുറ്റകൃത്യം ആര് ചെയ്താലും കുറ്റകൃത്യം തന്നെയാണ്. ഇവിടെ മലയാളികൾക്കിടയിൽ ഇരട്ട നീതിയാണ് നടപ്പിലാകുന്നത്. കാരണം കൊലക്കുറ്റത്തിന് ഈ ഫെബ്രുവരിയിൽ UAE-യിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയരായ കണ്ണൂർ സ്വദേശി മുഹമ്മദ് റിനാഷും PV മുരളീധരനും വേണ്ടി എന്തുകൊണ്ട് ആരും ഇടപെട്ടിട്ടില്ല എന്നതാണ്. എത്ര കണ്ണുനീർ ഒഴുക്കിയതാണ് അവരുടെ വീട്ടുകാരും. ഇവിടെ റഹീമിനും നിമിഷപ്രിയക്കും കിട്ടുന്നതിന്റെ 10-1 പരിഗണന ഈ വ്യക്തികൾക്ക് കിട്ടിയിട്ടുമില്ല. കൂടുതൽ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.